ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു നല്ലൊരു പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ മാനസയ്ക്ക് നല്ല പനിയാണ്. ആൻറ്റിമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ആ വിദ്യ തന്നെ ഫലിച്ചിരിക്കുകയാണ്. അപ്പോഴത്തേനും രണ്ടുപേരും അമ്പലത്തിൽ പോയ സ്ഥിതിക്ക് തന്നെ മാനസയെ നോക്കാനുള്ള ഉത്തരവാദിത്തം കൃഷ്ണ ഏൽപ്പിച്ചിരിക്കുക കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുന്ന മാനസയെ കാണുമ്പോഴത്തേനും സഹതാപം കാരണം തന്നെ കൃഷ് അടുത്തേക്ക് ചെല്ലുന്നു. മാനസ, നിനക്ക് എന്തെങ്കിലും വയ്യായികയുണ്ടോ? നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം എന്ന് പറയുന്നു. വേണ്ട കൃഷ്, ഞാൻ പോകുന്നില്ല, എനിക്കൊന്നും കുഴപ്പമൊന്നുമില്ല, എനിക്കിവിടെ ഇരുന്നാൽ മതിയെന്ന് പറയുന്നു. നിൻ്റെ അടുത്ത് ഇരുന്നാൽ എൻ്റെ പ്രശ്നങ്ങളെല്ലാം മാറുമെന്ന് പറയുന്നു. അങ്ങനെ കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകം ആൻറ്റിയമ്മ പറഞ്ഞിട്ടുണ്ട് കൃഷ്ണനോട്, മാനസയെ വെറുപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുത്, അനിയൻകുട്ടനും സുജുവും വരട്ടെ, കാര്യങ്ങൾ ഞാൻ തന്നെ സംസാരിക്കാമെന്ന് ആ ഒരു പ്രതീക്ഷയിൽ മാനസയെ ചേർത്ത് പിടിക്കാനായിട്ട് കൃഷി ശ്രമിക്കുന്നു കേട്ടോ. അങ്ങനെ മാനസയ്ക്ക് പുറത്ത് പോകണമെന്ന് പറയുമ്പോഴത്തേനും കൃഷി അവളെ ചേർത്ത് പിടിച്ച് കൊണ്ട് നടക്കുന്നു. അതിനുശേഷം തന്നെ ഒരു ചുക്ക് കാപ്പി ഇട്ട് തരാം, നിൻ്റെ പ്രശ്നങ്ങളും പനിയൊക്കെ ഇപ്പം തന്നെ മാറും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയം തന്നെ കൺമണി കൃഷ്ണനെ വിളിച്ചിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ മാഡം വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ കൊച്ചേ, നിൻ്റെ ക്രിസ് സാർ ഇതുവരെ വരാനായിട്ടില്ലേ? അവൻ പറ്റിക്കൊന്നുമില്ലല്ലോ നിന്നെ എന്ന് പറയുന്നു. ഒരിക്കലുമില്ല മാഡം, സാർ എനിക്കൊരു വാക്ക് തന്നിട്ടുണ്ട്, അതനുസരിച്ച് തന്നെ സാറ് പെരുമാറുകയുള്ളൂ, സാർ വന്നിരിക്കുമെന്ന് പറയുന്നു. വന്നാൽ നിനക്ക് കൊള്ളാമെന്ന് പറയാം, അല്ലെങ്കിൽ ആ സൈക്കോൻ്റെ കയ്യിൽ പെട്ടുപോകും, ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നതെന്ന് പറയുന്നു. ഇല്ല മാഡം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പറയുന്നു. അങ്ങനെ കൺമണി കൃഷ്ണനെ വീണ്ടും വിളിക്കുന്ന സമയത്ത് കിച്ചണിലാണ് കേട്ടോ കൃഷ്ണനെ കാണുന്നത്. എന്താ സർ കിച്ചണിൽ നിൽക്കുന്നത്? ഞാനൊരു ചുക്ക് കാപ്പി ഇടുമായിരുന്നു. ആർക്കാണ് ചുക്ക് കാപ്പി ഇടുന്നത്? മാനസയ്ക്ക് നല്ല പനിയാണ്, ഇവിടെ ആരുമില്ല, ഞാൻ അവൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ കൺമണി ആകെ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ഒരു ഹെൽപ്പ് വേണം, എനിക്ക് ചുക്ക് കാപ്പി ഇടാനൊന്നും അറിയില്ല, ഒന്ന് പറഞ്ഞു തരൂ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും സാറ് ചോദിച്ചാലേ ഞാൻ തീർച്ചയായും പറഞ്ഞു പറഞ്ഞിട്ട് ആ ഒരു ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ കൺമണി വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേനും മാനസ അവിടെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ. ഓ, ഒരു ചുക്ക് കാപ്പി ഇടണമെങ്കിൽ ഇവളുടെ അനുവാദം വേണോ? എന്തായാലും അത് നടക്കില്ലല്ലോ, എന്തായാലും ഇപ്പം ഞാൻ എല്ലാം പൊളിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് വാശിയുടെ പുറത്ത് തന്നെ കൃഷ്ണനെ ചേർത്ത് പിടിക്കാനായിട്ട് ശ്രമിക്കുന്നു കേട്ടോ. കൺമണിയാണെങ്കിലോ വീഡിയോ കോളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കൃഷ്ണനെ. ആ സമയത്ത് തന്നെയാണ് കൃഷ്ണനെ ചേർത്ത് പിടിക്കുന്ന മാനസയും കാണുന്നത്. ഇത് കാണുന്ന കൺമണിക്ക് സഹിക്കാൻ കഴിയുമോ? കാരണം തന്നെ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഒരാളെ മറ്റൊരു പെണ്ണ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ഏതൊരു പെണ്ണിനാണ് സഹിക്കാൻ കഴിയുക? അതുകൊണ്ട് തന്നെ കൺമണിക്ക് ഒരു ആകെ വിഷമാവുന്നുണ്ട്. ഇത് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് മാനസ അങ്ങനെ ചെയ്യുന്നത്. പക്ഷേ കൃഷാണെങ്കിലും മാനസയോട് ഇല്ല മനസ്സ ഒന്ന് പോ എന്ന് പറഞ്ഞ് മാറ്റുന്നൊക്കെയുണ്ട്. കൃഷും ഇത് പ്രതീക്ഷിച്ചില്ല. പക്ഷേ കൺമണിയാണെങ്കിലോ വിഷമിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നല്ലൊരു പ്രമോ വിശേഷം കഴിയുന്നത്. ഇനി നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും